അന്ന് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു കേസ് പഴയത് കിടപ്പുണ്ടല്ലോ എന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ കേസിൻ്റെ ഫയലെടുക്കുകയും എൻ്റെ ഡോക്യുമെൻസിലൂടെ പോവുകയും എൻ്റെ എക്സ്പെർട്സ് ഉൾപ്പെടെയുള്ള അതിൻ്റെ എക്സ്പെർട്ടാണ് ഡോക്യുമെൻസിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ പതിഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആർ മോഹനൻ, അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, കൊച്ചി. ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റാണ്. എനിക്ക് കോപ്പിയും കൂടെ തരുന്നു. ഇതിൻ്റെ കോപ്പി കൂടെ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. സച്ചിൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 4ാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹനൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹനൻ. ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി, 1-2 അല്ല, വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും. കാരണം ഇത് സംശയിക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിക്ക് എതിരെ അനുകൂലമായി മുഖ്യമന്ത്രിയെ ഹൈക്കോടതിയിൽ പെൻഡിങ് ഉണ്ടായിരുന്നൊരു കേസിൽ മുഖ്യമന്ത്രി നിരപരാധിയാണ്. നിരപരാധി ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉൾപ്പെടെ നിൽക്കുന്ന കേസാണ്. പക്ഷേ അങ്ങനെ ഇത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെ ആ കുറ്റാരോപിതനായ വ്യക്തി പേഴ്സണൽ സ്റ്റാഫിൽ വർഷങ്ങളായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം നേരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എത്തി. അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഇത് ക്രൈം നന്ദകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ കേസ് പുനരന്വേഷണത്തിന് ഓർഡർ കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു വിഷയമാണല്ലോ, SLC ലാവലിൽ മുഖ്യമന്ത്രിയെ എന്നാ ചെയ്തു. SLC ലാവലിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അനുകൂലമായ റിപ്പോർട്ടുകൾ സമ്പാദിച്ചതെന്ന് ഈ ഒറ്റ രേഖ കൊണ്ട് ബോധ്യപ്പെടും. ഈ കൈകൾ ശുദ്ധമാണ്. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയത്, ഈ കമല ഇൻ്റർനാഷണൽ എല്ലാവരും മറന്നുപോയായിരുന്നു. ഇത് ഓർപ്പിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ്. സഭയെ തന്നെ നമ്മൾ ഓർപ്പിച്ചു. അവിടെ നിന്നാണ് ഈ പരാതി എടുക്കുകയും ഈ ഡോക്യുമെൻറ്റ്സ് കൈ കിട്ടുകയും ദൈവം അനുഗ്രഹിച്ചാണ് ഈ പേര് എവിടെയോ സ്ട്രൈക്ക് ചെയ്ത് ഈ പേര്, ഉദ്യോഗസ്ഥൻ്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു ആരോപണമല്ല ഉന്നയിക്കുന്നത്, ഇതിൻ്റെ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചു. ഈ ഉദ്യോഗസ്ഥൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, അദ്ദേഹം വിവിധ കേസുകളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ഈ ആർ മോഹൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണ്ടേ? ഇങ്ങനത്തെ ഫേവറുകൾ വാങ്ങിക്കുന്ന ഒരാൾ, അയാൾ സർവീസിലിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ കരുതുന്നു. അത് സംബന്ധിച്ച് പരാതി നൽകും.